സൗദി അറേബ്യയിലേക്കുള്ള വിസിറ്റിംഗ് വിസകളായിട്ടുള്ള ഫാമിലി വിസിറ്റിംഗ് വിസ, ടൂറിസ്റ്റ് വിസ, ഉംറ വിസ, അതുപോലെ തന്നെ ബിസിനസ് മൾട്ടിപ്പിൾ വിസിറ്റിംഗ് വിസ, ഇവർക്കുള്ള ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നവാസ് ഓഫീസാണ് റിയാദിൽ നിന്ന് 100 ഡേയ്സ് ഓഫ് സൗദി ഇൻഫോടോക്സിൽ. ടൂറിസ്റ്റ് വിസകൾ, വിസിറ്റിംഗ് വിസകളായിട്ടുള്ള എല്ലാ വിസകളും 14 രാജ്യക്കാർക്ക് VFSൽ നിന്നും ഇപ്പം സ്റ്റാമ്പ് ചെയ്യുന്നില്ല. നാട്ടിലുള്ള VFS ആയി കഴിഞ്ഞാലും ബഹ്റൈന്, ദുബായ് ആയി കഴിഞ്ഞാലും ഒരു VFSൽ നിന്നും ഇപ്പം സ്റ്റാമ്പ് ചെയ്യുന്നില്ല. ഉംറ വിസകളിൽ സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ബഹ്റൈനിലേക്ക് പോയിട്ട് സ്റ്റാമ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. 27 ശേഷം ബഹ്റൈൻ ഉംറ വിസയിൽ വന്നിട്ടുള്ള ആളുകൾ തിരിച്ചു പോകണം എന്നാണ് കണക്ക്. ആ ഒരു ദിവസം ബഹ്റൈനിലൊക്കെ പോയിട്ട് സ്റ്റാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിരാശയാണ് ഇപ്പം ഉള്ളത്. കാരണം അവർക്കും ഇപ്പം സ്റ്റാമ്പ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള പുതിയ ആളുകൾ ഇനി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോയിൻമെന്റ് എടുത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ അവിടേക്ക് പോയിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് അവർ പ്രത്യേകം നിർദ്ദേശം തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കില്ല. ഹജ്ജിന് ശേഷമായിരിക്കും ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുക, വിസ ഓപ്പൺ ചെയ്ത് വരിക എന്നുള്ളത് ഈ ബഹ്റൈനും അതേപോലെ നാട്ടിലുള്ള VFSും ദുബൈയിലുള്ള ആളുകളും ഒക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഉംറ വിസയുടെ എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള ഏപ്രിൽ 13 ശേഷമാണ് ഇത് സ്റ്റോപ്പ് ആയിട്ടുള്ളത്. ഉംറ വിസയും അതേ ദിവസം തന്നെയാണ് സ്റ്റോപ്പ് ആയിട്ടുള്ളത്. അതിനർത്ഥം ഉംറ വിസ എന്നാണോ ഓപ്പൺ ആവുന്നത് അന്ന് ഫാമിലി വിസിറ്റിംഗ് വിസയും ഓപ്പൺ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓൾറെഡി വിസിറ്റിംഗ് വിസയിൽ സൗദി അറേബ്യയിലേക്ക് കയറി വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടേക്ക് റിന്യൂവൽ ലഭിക്കുന്നുണ്ടോ എന്ന് പറ്റി പലരും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ റിന്യൂവൽ ലഭിക്കുന്ന പറഞ്ഞാൽ 10 ഡേയ്സ്, 15 ഡേയ്സ്, 20 ഡേയ്സ് ആണ് ഇവിടെ വന്നിറങ്ങിയതിന് ശേഷം പലർക്കും ലഭിക്കുന്നത്. ഈ ലഭിക്കുന്ന ഡേറ്റിന്റെ ഡബിൾ ആണ് ഇവിടുന്ന് റിന്യൂവൽ ചെയ്യാൻ സാധിക്കുന്നത്. റിന്യൂവൽ 100 റിയാൽ പേയ്മെന്റും ഇൻഷുറൻസും ചെയ്തിങ്ങാട്ട് ആർക്കും ചെയ്യാവുന്നതാണ്. എത്രയാണോ ഇവിടെ വന്നിട്ട് കിട്ടിയിട്ടുള്ളത് അത്രയും ലഭിക്കുന്നുണ്ട്. എല്ലാവരും സിംഗിൾ എൻട്രിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. സൗദി അറേബ്യയിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സിംഗിൾ എൻട്രിയിൽ നിന്ന് തിരിച്ചു കയറാൻ സാധിക്കില്ല എന്നും ആളുകൾക്ക് ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇനി ഹജ്ജ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് റെസിഡൻസ് വിസകളും ഫാമിലി റെസിഡൻസ് വിസകളും സൗദി അറേബ്യയിലേക്കുള്ളത് എല്ലാ VFSകളിൽ നിന്നും ട്രാവൽ ഏജൻസികളിൽ നിന്നും ഒക്കെ സ്റ്റാമ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ വിസകൾ മാത്രമേ ഇപ്പം സ്റ്റാമ്പ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇനി ഹജ്ജ് വിസകൾ മാത്രമായിരിക്കും. ഇനി ഹജ്ജ് വിസകളും കൂടെ സ്റ്റാമ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയും മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. ഈ ഒരു ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഉംറ വിസ എന്നാണോ ഓപ്പൺ ആവുന്നത് അന്ന് മിക്കവാറും ഈ ഫാമിലി വിസിറ്റിംഗ് വിസയും ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് വളരെയേറെ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.